ഇൻസ്റ്റാഗ്രാം, ടിൻഡർ, ബംബിൾ, ഹിഞ്ച്. മലയാളിയല്ലേ? അവളും പ്രേതവും കുളവാക്കോ? അല്ലേലും ഈ പ്രയത്നം പറഞ്ഞുവിടാനാ നിങ്ങൾക്കൊക്കെ ആഗ്രഹം. വേണ്ട, നീ അവനെ മടിക്കേറ്റിരിക്കോ? നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ സീൻ ആലോചിച്ചതാ. ഓ എന്റെ ദൈവമേ, കോൺസെൻട്രേറ്റ് അങ്ങോട്ട്. കുറെ നാളായി ഞാനിത് കേൾക്കാൻ കാത്തിരിക്കുന്നു. പക്ഷെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പ്രപ്പോസ് ചെയ്ത താൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന്. കാരണം റിജക്ഷൻ അതെനിക്ക് പറ്റത്തില്ല. നോ പ്ലീസ് ടെൽ മീ, പറയൂ. ഐ ടു ലവ് യു. എന്തോ എന്താ നിന്റെ വോയിസ് ഇങ്ങനെ? സാറേ, ഇത് ഞാനാ പ്രേതം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ടെക്നിക്കലി ഒരു കുഴപ്പമുണ്ടെന്ന്. ടെക്നിക്കൽ പ്രോബ്ലം? ടെക്നിക്കൽ പ്രോബ്ലം എനിക്ക് അവളുടെ ശബ്ദത്തിന് കേൾക്കണം. എന്റെ സാറേ, അതൊന്നും നടക്കൂല. സാറിന് ഇങ്ങനെ കേട്ടാ പോരെ? പോരടാ, എറടാ എറടാ പാടിയത്. ഞാൻ നിനക്കെതിരെ പീഡനത്തിൽ കേസ് കൊടുക്കും. ഇറങ്ങാൻ നിന്നോട് പറയും. അയ്യോ എടോ എടോ, താൻ എന്തോടാ അവള് ചെയ്തത്? അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല. താൻ ചെയ്തൊക്കെ റെക്കോർഡറാണ്, അതുകൊണ്ട് കള്ളം പറയണ്ടടാ. അയ്യോ സത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തൊട്ടപ്പം തന്നെ ആ കൊച്ചിന്റെ ബോധം പോയി. എനിക്ക് തന്നെ ഇഷ്ടമല്ല. ചുമ്മാ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത്. അതെങ്ങനെയാ മോളെ? പോലീസായി പോയില്ലേ? എല്ലാരും എന്നെ അനുസരിച്ചാ ശീലം. അതുകൊണ്ട് നീയും എന്നെ അനുസരിച്ചേ പറ്റൂ. കയ്യെടുക്ക് സാറേ. സാറിഞ്ഞി ഇവിടെ തൊട്ടാ സാറ് വിവരം അറിയും. പ്രേതമായോണ്ട് എനിക്കെതിരെ കേസൊന്നും വരാൻ പോണില്ല. മനസ്സിലായോ? നീ വന്നേ. എനിക്കിനി നിങ്ങളെ ഉള്ളൂ. ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഈ കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റിയ ആള് ഇതേയിരിക്കും. അവളുടെ പേര്? ബ്ലസ്ന. ഏജ്? 24. അടിച്ചത്? അറിയില്ല. സ്ഥലം? അറിയില്ല. അവളുടെ ഫോട്ടോ? ഇല്ല. ഇല്ല. അറ്റ്ലീസ്റ്റ് കണ്ടാൽ എങ്ങനെയിരിക്കും? ഒരു പെൺകുട്ടിയെ പോലെ ഇരിക്കും. എടോ, തനിക്ക് അവളെ പറ്റി എന്തേലും അറിയോ? ഇത്രയും ഡീറ്റെയിൽസ് വെച്ചുള്ള കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഞാൻ സുല്ലിട്ടു. ദേ കിടക്കുന്നു. എന്റെ പൊന്നുമക്കളെ, ഇവളെ നേരിട്ട് കണ്ടതല്ലേ? ആ സോഷ്യൽ മീഡിയയിലൊക്കെ കേറി തപ്പ്. ഇൻസ്റ്റാഗ്രാം, ടിൻഡർ, ബംബിൾ, ഹിഞ്ച്. മലയാളിയല്ലേ? നിങ്ങൾ ഈ ഡേറ്റിംഗ് ആപ്പിന്റെ പേര് പറഞ്ഞ് കളിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. വെയിറ്റ്,